അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ അധ്യായമായ സൂറത്തുൽ കാഫിറൂൻ. ഈ സൂറത്തിൻ്റെ മഹത്വവും പ്രതിഫലവും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആനിൻ്റെ നാലിൽ ഒന്നാണ് ഈ സൂറത്ത്. ഈ സൂറത്തിനെ ഒരു പ്രാവശ്യം ഓതിയാൽ 4 ഒരു തവണ ഓതിയ പ്രതിഫലം. 4 തവണ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. സൂറത്തുൽ കാഫിറൂൻ ഓതുന്നവൻക്ക് പിശാചിൻ്റെ ശല്യം ഉണ്ടാവില്ല. കൊടിയ പിശാചുക്കൾ പോലും ഒഴിഞ്ഞു പോകുന്നു. അതുപോലെ ഷിർക്കിൽ നിന്നും മുക്തനാവാൻ ഈ സൂറത്ത് ഓതുന്നവന് സാധിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്ലീസിന് ഏറ്റവും ദേഷ്യപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. കാരണം അതിൽ തൗഹീദും ഷിർക്കിൽ നിന്ന് മോചനവും ഉണ്ട്. മഹാവിപത്തുകളിൽ നിന്ന് കാവൽ കൂടിയാണ് ഈ സൂറത്ത്. യാത്ര പോകുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ നിർദ്ദേശിച്ചിരുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെയോ? സ്വഹാബാക്കൾ പറഞ്ഞു, അതേ നബിയെ. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ ഓതി കയ്യിൽ ഊതി ശരീരം മുഴുവൻ തടവുക. എല്ലാ ദിവസവും ഇത് പതിവാക്കുക. കുട്ടികളെ പഠിപ്പിക്കുക. അവർക്ക് പരീക്ഷയിൽ വിജയിക്കാൻ, ജീവിതത്തിൽ എല്ലാ വിജയത്തിനും ഈ സൂറത്ത് വളരെ നല്ലതാണ്. അവരെ ദിവസവും ഓതി ശീലിപ്പിക്കുക. സൂറത്തുൽ കാഫിറൂൻ പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അവർ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. ഈമാൻ കിട്ടി മരിക്കാൻ ഈ സൂറത്ത് പതിവാക്കുന്നത് കാരണമാകുന്നു. സൂര്യോദയത്തിൽ ഒരാൾ ഓതിയാൽ അന്നത്തെ ദിവസം വിപത്തിനെ തൊട്ടും ഷെറിനെ തൊട്ടും എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന് കിതാബിൽ മഹാന്മാർ പറയുന്നുണ്ട്. നല്ലത് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.